പാലക്കാട് അട്ടപ്പാടിയിൽ 2 ദിവസമായി വൈദ്യുതിയില്ല. ഭൂരിഭാഗം വൈദ്യുതി പോസ്റ്റുകളുടെയും മുകളിലേക്ക് മരം വീണ നിലയിലാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത് ശരിയാക്കാനുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ? വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ KCB എന്താണ് ചെയ്യുന്നത്? അത് ഉടൻ പ്രാവർത്തികമാകുമോ? എന്താണ് അവസ്ഥ? ഉടൻ പ്രാവർത്തികമാകുമെന്ന് തന്നെയാണ് അനുജ KCB അധികൃതർ ഇതിനകം തന്നെ നമ്മെ അറിയിക്കുന്നത്. താവളത്ത് 33 kV ലൈനിന്റെ ഒരു ടവറിലേക്കാണ് ഇത്തരത്തിൽ മരം വീണ, അല്ലെങ്കിൽ ആ ടവറാണ് നിലംപൊത്തിയിരിക്കുന്നത്. ആ മേഖലയിൽ ഇപ്പോഴും വർക്കുകൾ പുരോഗമിക്കുകയാണ്. മണ്ണാർക്കാട് നിന്നും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് ഇത്തരത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വനമേഖലയാണ്, അതിൻ്റെതായിട്ടുള്ള പരിമിതി ആ മേഖലയിൽ ഇപ്പോഴുമുണ്ട്. ഉൾവനങ്ങളിലടക്കം വൈദ്യുത ലൈനുകൾ കടന്നു പോകുന്ന മേഖലകളുണ്ട്. ആ മേഖലകളിലേക്കൊക്കെ എത്തിച്ചെന്ന ശ്രമകരമായ രീതിയിൽ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. എന്തായാലും 2 ദിവസമായി മേഖല പൂർണ്ണമായി ഇരുട്ടിലാണ്. ആളുകൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പോലുമുള്ള അവസ്ഥയില്ല എന്നൊരു പരാതിയാണ് നാട്ടുകാർ ഇതിനകം തന്നെ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അട്ടപ്പാടിയിലെ പല മേഖലകളിലും ഇരുട്ടിൽ തന്നെയാണ്. അടിയന്തര നടപടി വേണമെന്നൊരു ആവശ്യമാണ് അട്ടപ്പാടിക്കാർ ഉയർത്തുന്നത്. മൊബൈൽ ചാർജ് ചെയ്തില്ലെങ്കിൽ പുറം ലോകവുമായുള്ള ബന്ധമടക്കം ഇല്ലാതാകുമെന്നാണ് അവർ പറയുന്നത്. ഒരു അസുഖം വന്നാൽ പോലും പെട്ടെന്ന് ഒരു വാഹനം വിളിക്കാൻ ഫോണിൽ ചാർജ് ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. 2 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ അടിയന്തര നടപടിയുമായി KCB രംഗത്തുണ്ട്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്തണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അനുജ, അട്ടപ്പാടിയിൽ 2 ദിവസമായി വൈദ്യുതിയില്ല. വൈദ്യുതി പോസ്റ്റുകളുടെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഉടനടി തന്നെ ഇതിന് പരിഹാരം ഉണ്ടാകുമെന്നതാണ് KCB അറിയിച്ചതെന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നു.